എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത വിജയങ്ങളുടെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുമായിരുന്ന വിജയങ്ങളെ, നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ അന്യായമായി നിങ്ങളിൽ നിന്ന് കൈക്കലാക്കുകയോ ചെയ്തവർക്ക് പ്രപഞ്ചം നൽകാൻ പോകുന്ന കർമ്മഫലം എന്തായിരിക്കും? നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് ആ ശത്രുവിനെ തിരിച്ചറിയണം. നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച ആ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആരാണ്? ഈ ചതി ചെയ്ത വ്യക്തി നിങ്ങളുടെ വളരെ അടുത്ത വൃത്തങ്ങളിലുള്ള ഒരാളാണ് എന്നാണ് ഈ കാർഡ് നൽകുന്ന മറുപടി. അത് നിങ്ങളുടെ വീടുമായോ കുടുംബവുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കുടുംബത്തെ പോലെ വിശ്വസിച്ച ഒരു സുഹൃത്ത് വലയവുമായോ ബന്ധമുള്ള ആളാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുറത്തു നിന്നുള്ള ഒരു ശത്രുവല്ല. നിങ്ങളുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ഒപ്പം പങ്കുചേർന്ന് നിന്ന ഒരാളാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. നിങ്ങളൊരു വലിയ വിജയമോ സന്തോഷമോ ആഘോഷിച്ചൊരു സമയം, അതായത് നിങ്ങൾക്ക് കരിയറിൽ വലിയൊരു നേട്ടം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ വലിയ ഒരു നേട്ടം ഉണ്ടായപ്പോൾ, ഗൃഹപ്രവേശം നടത്തിയപ്പോൾ, വിവാഹം നടന്നപ്പോൾ, ഒരു സെലിബ്രേഷൻ നടന്ന സമയത്ത്, ഒരു വിജയം നിങ്ങൾ നേടിയ സമയത്ത് അതിൽ പങ്കുചേരാൻ വന്നൊരു വ്യക്തിയാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും തകർക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്നത് പോലെ ഒരു സുരക്ഷിതമായ സന്തോഷകരമായ ഒരു മതിൽക്കെട്ടിനുള്ളിൽ നിങ്ങൾ ജീവിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളുമായി അവർക്കുള്ള പരിചയമോ ബന്ധമോ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ ചോദിക്കുന്നത് കുടുംബം, ജോലിസ്ഥലം, സൗഹൃദം, അങ്ങനെ ഏത് മേഖലയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇതൊരു മേഖലയെക്കുറിച്ച് നോക്കുമ്പോൾ, അതായത് ഇതൊരു ബന്ധുവാണോ, കുടുംബമാണോ, ജോലിസ്ഥലമാണോ, സൗഹൃദ സർക്കിളാണോ എന്നൊക്കെ നോക്കുമ്പോൾ ഇതൊരു ജോലി സ്ഥലമോ അല്ലെങ്കിൽ ബിസിനസ് മേഖലയോ കരിയറുമായി ബന്ധപ്പെട്ട ഒരിടമോ ആകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാകാം. അതോ അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തിനായിട്ട് ഒന്നിലധികം ആളുകൾ മത്സരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് ഇതിൽ കാണാം. ഇവരുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ സ്വഭാവം നോക്കിയാൽ അവർ നിങ്ങളുമായി ഒരു ആരോഗ്യകരമല്ലാത്ത മത്സരത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് എന്നാണ് നമുക്ക് ഈ കാർഡ് നൽകുന്ന സൂചന. മിക്കവാറും ഒരേ തസ്തികയ്ക്ക്, ഒരേ പൊസിഷന് വേണ്ടി, ഒരേ സ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരേ പ്രശസ്തിക്ക് വേണ്ടി നിങ്ങളോട് മത്സരിച്ച ഒരാളായിരിക്കാം. ഇത് ഇനി കുടുംബവുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ, സൗഹൃദവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ തന്നെ എപ്പോഴും ആ ഒരു ഗ്രൂപ്പിൽ താനാണ് മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നിങ്ങളെ അല്ലെങ്കിൽ ആരെയാണെങ്കിലും തരം താഴ്ത്തി കെട്ടാൻ നോക്കുന്ന ഒരു വ്യക്തിയാണിത്. അതായത് നിങ്ങളോടൊപ്പം ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോഴും ഉള്ളിൽ എപ്പോഴും നിങ്ങളോട് ഒരു മത്സരബുദ്ധിയും തർക്ക മനോഭാവവും വെച്ചു പുലർത്തിയ ആളാണിത്. എന്തിനു വേണ്ടിയാണ് അവർ നിങ്ങളോട് ഇങ്ങനെ ചെയ്തത്? എംപറർ. ഒരു ചോദ്യം കൂടി അതിനോടനുബന്ധമായിട്ട് ചോദിക്കാൻ തോന്നുന്നത്, ഇവിടെ ഒരു കാർഡ് ഫീൽ ചെയ്യുന്നുണ്ട്, അതെടുക്കുകയാണ്. ഇതൊരു കാർഡ് നോക്കാം. ഈ കാർഡ് ഇവിടെ ഫീൽ, അതായത് അവർക്ക് എന്തെങ്കിലും അസൂയയാണോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗെയിൻ ആണോ? അസൂയയാണോ എന്ന് നമുക്ക് 9 ഓഫ് വാണ്ട്സ് വെച്ചും, പേഴ്സണൽ ഗെയിൻ അവർ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണോ എന്നത് 6 ഓഫ് പെന്റക്കിൾസ് വഴി നോക്കാം. ഈ 3 കാർഡുകളും, അതായത് എംപറർ കാർഡ്, 9 ഓഫ് വാണ്ട്സ്, 6 ഓഫ് പെന്റക്കിൾസ്, ഇത് 3ഉം കൂടി ഒരുമിച്ച് വരുമ്പോൾ അവർ എന്തിനാണ് ഇത് ചെയ്തതെന്ന് കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കാർഡുകൾ നൽകുന്നുണ്ട്. എംപറർ കാർഡ് അധികാരവും നിയന്ത്രണവും എന്ന എനർജിയാണ് നൽകുന്നത്. അവരിത് ചെയ്തത് കേവലം ചെറിയൊരു കാര്യത്തിനല്ല. അതായത് നിങ്ങളുടെ അധ്വാനം, നിങ്ങൾക്ക് ലഭിക്കുമായിരുന്ന സൗഭാഗ്യം, നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന എന്തോ ഒരു നേട്ടം അല്ലെങ്കിൽ ക്രെഡിറ്റ്, അത് അവർ തട്ടിയെടുത്തത് നിങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണ്.
അവര് നിങ്ങളിൽ നിന്നത് നേടിയെടുത്തത് അത് എന്തായാലും ചെറിയൊരു കാര്യത്തിന് വേണ്ടി അല്ല. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ആ സമയത്ത് പൂർണ്ണമായ അധികാരവും നിയന്ത്രണവും വേണമായിരുന്നു എന്ന്, അതായത് നിങ്ങളുടെ നിയന്ത്രണം, നിങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടും ആ കാര്യം അവർ ചെയ്യുന്ന സാഹചര്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കാൻ കൺട്രോൾ ആൻഡ് പവർ അവർക്ക് വേണമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും താനാണ് ഇവിടുത്തെ ബോസ് അല്ലെങ്കിൽ നേതാവ് എന്ന് കാണിക്കാനുമുള്ള അവരുടെ ഈഗോയാണ് ഈ കാര്യം അവർ ചെയ്തതിന് പിന്നിലുള്ളത്. അതാണ് അതിന്റെ പിന്നിലെ കാരണം. നിങ്ങളുടെ വളർച്ച അവരുടെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതാണ് കാരണം. അസൂയ കൊണ്ടാണോ എന്ന ചോദ്യത്തിന് ലഭിച്ച 9 of Wands എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് അസൂയയേക്കാൾ ഉപരി, അതായത് നിങ്ങൾക്ക് കഴിവുള്ള ആളാണ്, അതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങളോട് തോന്നുന്ന അസൂയയേക്കാൾ ഉപരി അവർക്ക് നിങ്ങളെ വലിയ പേടിയായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കഴിവിനോട് തോന്നുന്ന ഭയം, ഇൻസെക്യൂരിറ്റി, അതാണ് അവർക്കുണ്ടായിരുന്നത്. നിങ്ങളുടെ കഴിവും സൗഭാഗ്യങ്ങളും കണ്ട് അവർ എപ്പോഴും പ്രതിരോധത്തിലായിരുന്നു എന്നാണ്. നിങ്ങൾ അവരെക്കാൾ മുന്നിൽ പോകുമോ എന്ന ഭയം കാരണം അവരുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ ലക്ഷ്യം വെച്ചതും ഉപദ്രവിച്ചതും, അല്ലാതെ വേറെ ഒന്നുമല്ല. അസൂയയൊക്കെ അതിന്റെ താഴെ വരുള്ളൂ. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് കാണാം. 6 of Pentacles അതാണ് സൂചിപ്പിക്കുന്നത്. വ്യക്തമായ സ്വാർത്ഥ താല്പര്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും അവർക്കുണ്ടായിരുന്നു. 6 of Pentacles കൊടുക്കൽ വാങ്ങലുകളാണ്, അതായത് ഗിവ് ആൻഡ് ടേക്ക് ആണ്, ഒരു തുല്യതയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇവിടെ അത് കാണിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടേണ്ടിയിരുന്ന പ്രശസ്തിയോ ആനുകൂല്യങ്ങളോ പണമോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സോ തട്ടിയെടുത്ത് അവർക്ക് സ്വന്തമാക്കണമായിരുന്നു. അതായത് നിങ്ങളിലേക്ക് വരുമായിരുന്നു, നിങ്ങളുടെ കഴിവ് കൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നേട്ടം നിങ്ങളിലേക്ക് വരാൻ പോയത്. അതെല്ലാം അവർക്ക് വേണമായിരുന്നു. എല്ലാ ലാഭവും അവർക്ക് മാത്രം കിട്ടണം. നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു പങ്ക് പോലും തരാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു മനസ്ഥിതിയും വെച്ച് അവർ ഏത് തരത്തിലാണ് നിങ്ങളെ ഉപദ്രവിച്ചത്? നേട്ടം മുഴുവൻ അവർക്ക് വേണമായിരുന്നു. ഈ മനസ്ഥിതിയും വെച്ച് ഏത് തരത്തിലാണ് അവർ നിങ്ങളെ ഉപദ്രവിച്ചത്? ഡെവിൾ, ഹെർമിറ്റ്, കിങ് ഓഫ് വാൻഡ്സ്. ഏത് തരത്തിലാണ് അവർ നിങ്ങളെ ഉപദ്രവിച്ചത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ അനുഭവിച്ച ആളുകളാണ്, എന്നാലും അത് എത്ര കറക്റ്റ് ആയിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് ആ എനർജി കാണിച്ചു തന്നിരിക്കുന്നത്. ഇതൊരു സാധാരണ ഉപദ്രവമല്ല. അവർ നിങ്ങളെ മാനസികമായി തളർത്താനോ ഒരു കുരുക്കിൽ, ഒരു ട്രാപ്പിൽ പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ കള്ളത്തരങ്ങൾ പറയുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പേടിപ്പിച്ചു നിർത്തുക തുടങ്ങിയ ടോക്സിക് ആയ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കീഴ്പ്പെട്ട ഒരാളെ പോലെ കാണാനാണ് അയാൾ ആഗ്രഹിച്ചത്. അതുപോലെ രഹസ്യ നീക്കങ്ങൾ ഒരുപാട് അവർ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണാതെ വളരെ ആസൂത്രിതമായാണ് അവർ ഈ പണികളെല്ലാം ചെയ്തത്. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്താൻ, ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഇവർ രഹസ്യമായി പ്ലാൻ ചെയ്തു. അവർ വളരെ കാൽക്കുലേറ്റഡ് ആയ നീക്കങ്ങളായിരുന്നു നടത്തിയത്, വളരെ കാൽക്കുലേറ്റഡ് ആയ മൂവ്സ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ച് കൃത്യമായ സമയം നോക്കി നിങ്ങളെ തകർക്കാൻ കാത്തിരുന്ന വ്യക്തിയാണിത്. ഇവരെപ്പോഴും ഒരു മുഖം മൂടി വെച്ചിട്ടുള്ള അഭിനയമാണ് കാഴ്ചവെച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കിങ് ഓഫ് വാൻഡ്സ് കാണിക്കുന്നത് അതാണ്. പുറമെ ഇവർ വളരെ ആത്മവിശ്വാസമുള്ള, നേതൃപാടവമുള്ള, കഴിവുള്ള ഒരു വ്യക്തിയായി സ്വയം അവരെ അവതരിപ്പിക്കുകയായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ ഞാനാണ് എല്ലാം ചെയ്തത് എന്ന് പറയാൻ മാത്രം ധൈര്യമുള്ള, ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇയാൾ അല്ലെങ്കിൽ ഈ വ്യക്തി. തങ്ങളുടെ ഈ പവർഫുൾ ഇമേജ് ഉപയോഗിച്ച് നിങ്ങളുടെ അധ്വാനത്തിന്റെ ക്രെഡിറ്റ് അവർ തട്ടിയെടുത്ത് സ്വന്തം വിജയമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങളെ ഉപദ്രവിച്ചത് അവരാണെന്ന് പറയുമെന്നല്ല പറഞ്ഞത്. അത്രയും കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് ഞാനാണ് ഇതിന്റെയൊക്കെ ആള്, അത് വേറെ ആരും ചെയ്തതല്ല, ഇത് മുഴുവൻ എന്റെ ബുദ്ധിയാണ് എന്ന് പറയാൻ വേണ്ടി അയാൾക്കത് അവതരിപ്പിക്കാനുള്ള ഒരു പവറും ഒരു കൺട്രോളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പുറമെ വളരെ കരുത്തുറ്റ ഒരു ലീഡറായിട്ട്, ഒരു നേതാവായി അഭിനയിച്ചുകൊണ്ട് നിങ്ങളെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ രഹസ്യമായി ഒതുക്കാനും ടോക്സിക്കായ തന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ അധ്വാനം
കവർന്നെടുക്കാനുമാണ് ഇവർ ശ്രമിച്ചത്. മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ ഈ ദ്രോഹം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള നഷ്ടങ്ങളും കോട്ടങ്ങളും പരാജയങ്ങളും വിഷമങ്ങളും ആണ് ഉണ്ടായത്? നിങ്ങളെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് അപകടപ്പെടുത്തിയിട്ടുണ്ട്. 7 of Cups, Ace of Wands, 7 of Wands, Knight of Pentacles, 3 of Cups, King of Pentacles, Hanged Man, King of Swords, 5 of Swords. നിങ്ങളെ എങ്ങനെയാണ് അവർ ഉപദ്രവിച്ചത്? അതുമൂലം നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ വളരെ ആഴത്തിലുള്ളതും നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളെ ബാധിച്ചതുമാണ് എന്ന് ഈ കാർഡുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ അസ്വസ്ഥതകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഈ ദ്രോഹം മൂലം നിങ്ങളുടെ ജീവിതം ഒരടി മുന്നോട്ട് നീങ്ങാനാവാതെ ഒരു ഘട്ടത്തിൽ സ്തംഭിച്ചുപോയി എന്ന് പറയാം. സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്നു. എന്ത് ചെയ്യണം, ഏത് വഴിക്ക് പോകണം എന്നറിയാത്ത വലിയൊരു ആശയക്കുഴപ്പത്തിലേക്കും മാനസിക വിഷമത്തിലേക്കും നിങ്ങൾ വീണുപോയിരുന്നു. വലിയൊരു വഞ്ചന നേരിട്ടത് കൊണ്ട് ജീവിതം താൽക്കാലികമായി, അതായത് താൽക്കാലികമാണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ജീവിതം ആകെ നിശ്ചലമായ അവസ്ഥയായിരുന്നു നിങ്ങൾ അനുഭവിച്ചത്. ഏസ് ഓഫ് വാൺസ് എന്നത് പുതിയ തുടക്കങ്ങളെയും ആശയങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും ഉണ്ടായ തിരിച്ചടിയെയാണ് ഇവിടെ ഏസ് ഓഫ് വാൺസും 7 ഓഫ് വാൺസും കൂടി ചേർന്ന് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയ അവസരങ്ങളും വലിയ പ്രൊജക്റ്റുകൾ, അതായത് പുതിയ പ്രൊജക്റ്റുകൾ, വലിയ അവസരങ്ങളായിട്ട് നിങ്ങളിലേക്ക് വന്ന കാര്യങ്ങൾ തുടക്കത്തിലേ തന്നെ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കപ്പെടുകയോ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അവകാശങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി നിരന്തരം പോരാടേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കരമായ ഒരു ഡിഫെൻസീവ് സ്ട്രഗിൾ തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിന് പകരം എപ്പോഴും ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അവർ തള്ളിവിട്ടു എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അനായാസം കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും മുൻപ് തന്നെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു എന്നതാണ്. ഇതുമൂലം സാമ്പത്തിക നഷ്ടങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളർച്ചയിൽ വലിയ ഇടിവും അതെല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രതയെയും കരിയറിലെ ഉയർച്ചകളെയും സൂചിപ്പിക്കുന്ന കാർഡുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, അതുപോലെ തന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് എന്നീ കാർഡുകൾ. ഇവിടെ ഇത്രയും വലിയ കഴിവുണ്ടായിട്ടും, അതായത് കിങ് ഓഫ് പെന്റക്കിൾസിനെ പോലെ ആകേണ്ട ഒരാളായിരുന്നിട്ടും ഈ ദ്രോഹം കാരണം നിങ്ങളുടെ സാമ്പത്തിക വളർച്ച വളരെ പതുക്കെയായിപ്പോയി. വെരി സ്ലോ ആയിട്ട്, വളരെ പതുക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് മാത്രമാണ് നിങ്ങൾക്കുണ്ടായത്. സാമ്പത്തികമായി വല്ലാതെ നിങ്ങൾ തകർന്നു പോകുന്ന ഒരു സാഹചര്യം അവർ ഉണ്ടാക്കി. നിങ്ങൾക്ക് അർഹതപ്പെട്ട പണമോ പ്രൊമോഷനോ സാമ്പത്തിക നേട്ടങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചില്ല. സമയത്തിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാം തടസ്സപ്പെട്ടും പോയി. എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയി എന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു ദുരിതപൂർണമായ സാഹചര്യം. ശരിക്കും നിങ്ങൾ കിങ് ഓഫ് പെന്റക്കിൾസ് സൗഭാഗ്യത്തിൽ ഒരു രാജാവിനെ പോലെ വാഴേണ്ടിയിരുന്ന ആളാണ്. അതിന് പകരം അതിനെ ഏറ്റവും സ്ലോ ആയിട്ട്, ടാരോയിൽ തന്നെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള കാർഡാണ് ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. വളരെ പതുക്കെ വരുള്ളൂ നിങ്ങളിലേക്ക് ആ പണവും സ്ഥിരതയും. ആ രീതിയിൽ മന്ദീഭവിപ്പിച്ചു കളഞ്ഞു. നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും ബന്ധങ്ങളിലും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കി. 3 ഓഫ് കപ്സ് സൗഹൃദങ്ങളെയും അതുപോലെ സന്തോഷങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളോട് അവർ കാണിച്ച വഞ്ചന കാരണം ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. അതായത് അവർ നടത്തിയ വഞ്ചന എന്ന് പറയുമ്പോൾ അപവാദം പറഞ്ഞു പരത്തുക, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നിലൂടെ ചെയ്യുക എന്നതൊക്കെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് അടുപ്പമുണ്ടായിരുന്ന, അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അങ്ങനെ നിങ്ങളുടെ ഒരു സർക്കിളിൽപ്പെട്ട ആളുകളോടൊപ്പം സന്തോഷിക്കാനോ ആഘോഷങ്ങളിൽ പങ്കുചേരാനോ ഒന്നും പറ്റാത്ത വിധം നിങ്ങളെ അയാൾ അല്ലെങ്കിൽ ആ വ്യക്തി ആസൂത്രിതമായി ഒറ്റപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നതാണ്.
പക്ഷെ ഒരു കൂട്ടായ്മയിൽ സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാളായിരുന്നു നിങ്ങൾ. ആ സാഹചര്യത്തിൽ കിങ് ഓഫ് പെന്റക്കിൾസിനെ പോലെ സൗഭാഗ്യത്തോടെ, സമ്പത്തോടെ, ഒരുപാട് ആളുകളുടെ സ്നേഹത്തോടെ, സഹകരണത്തോടെ, അങ്ങനെ ഒരു സഹകരണത്തോടു കൂടിയുള്ള, സ്നേഹത്തോടു കൂടിയുള്ള ആളുകൾ ചുറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ സൗഭാഗ്യത്തോടെ ജീവിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് വന്നത് എന്നതാണ്. ഇവിടെ നമുക്ക് കിങ് ഓഫ് സോഡ്സും 5 ഓഫ് സോഡ്സും കാണിക്കുന്നത് വഞ്ചനയുടെയും മാനസികമായ സമ്മർദ്ദത്തിന്റെയും പരകോടിയെയാണ്. 5 ഓഫ് സോഡ്സ് വ്യക്തമാക്കുന്നത് അവർ വളരെ ക്രൂരമായ രീതിയിലാണ് നിങ്ങളെ തോൽപ്പിച്ചതെന്നാണ്. നിങ്ങളെ മാനസികമായി തകർക്കാൻ അവർ വാക്കുകൾ കൊണ്ടും കള്ളപ്രചരണങ്ങൾ കൊണ്ടും ഒരുപാട് നിങ്ങളെ ആക്രമിച്ചു. ഇത് നിങ്ങളെ കടുത്ത മാനസിക വേദനയിലേക്കും ഉറക്കമില്ലാത്ത രാത്രികളിലേക്കും തള്ളിവിട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, സ്റ്റാഗ്നന്റായി, ഹാങ്ക്മാൻ പറഞ്ഞ പോലെ സ്റ്റാഗ്നന്റായി നിന്നിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിലെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുകയും സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുകയും സ്വന്തം സുഹൃത്തു വലയങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. നിങ്ങൾ അർഹിച്ച കിങ് പദവിയിൽ, രാജാവ്, രാജ്ഞി എന്ന വലിയ ഉന്നത പദവിയിൽ ഇരിക്കേണ്ടിയിരുന്ന നിങ്ങളെ അതിലേക്ക് കടക്കും മുൻപ് തന്നെ താഴെ ഇറക്കാൻ ഈ ശത്രുക്കൾക്ക് കഴിഞ്ഞു എന്നതാണ്. നിങ്ങളെ അവർ ഒരുപാട് ഉപദ്രവിച്ചു, നിങ്ങളിൽ നിന്ന് ആ സ്ഥാനമൊക്കെ തട്ടിയെടുത്തു, നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഇത് നിങ്ങൾക്കുണ്ടായ അനുഭവമാണ്. ഇവർ നിങ്ങളോട് ചെയ്യുന്ന ഈ ക്രൂരത നിങ്ങൾക്ക് പുറമെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞതായിട്ട് ആരെങ്കിലും ഉണ്ടായോ പുറത്ത്? അതായത് നാട്ടിൽ അല്ലെങ്കിൽ പുറമേയുള്ള ആരെങ്കിലും ഇവർ ഈ നടത്തുന്നത് നിങ്ങളെ ബോധപൂർവം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളിലുള്ള കഴിവുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ, നിങ്ങളുടെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ ആരെങ്കിലും നിങ്ങളും ഇവരുമായി ബന്ധപ്പെടുന്ന സർക്കിളിൽ വഴിയെങ്കിലും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ആളുകൾ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കാനും പോകുന്നുണ്ട് എന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. അതായത് നിങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ആ നേട്ടങ്ങൾക്ക്, ആ സൗഭാഗ്യങ്ങൾക്ക് അർഹതയുണ്ടായിരുന്ന വ്യക്തിയെന്നും അത് നിങ്ങളിൽ നിന്ന്, നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യത്തിന് നിങ്ങളെ കുറ്റക്കാരാക്കിക്കൊണ്ട്, ആളുകളുടെ മുന്നിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നിഷ്കളങ്കരായ നിങ്ങളെ ദ്രോഹിക്കുകയായിരുന്നു ആ വ്യക്തികളെന്ന് നിങ്ങളും അവരുമായി പരിചയമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കാനും പോകുന്നുണ്ട്. അവർ നിങ്ങളോട് അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഏസ് ഓഫ് സോഡ്സും അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് കാർഡും വന്നിരിക്കുന്നത് സത്യത്തിന്റെ മൂർച്ചയുള്ള വെളിപ്പെടുത്തലിനെ പറ്റി സൂചിപ്പിക്കാനാണ്. ഏസ് ഓഫ് സോഡ്സ് എന്ന കാർഡ് കാണിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തിരിച്ചറിവിനെയാണ്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു തിരിച്ചറിവിനെയാണ്. മൂടപ്പെട്ട് കിടന്ന സത്യം ഒരു വാളുകൊണ്ട് മുറിച്ചു മാറ്റുന്നത് പോലെ വ്യക്തമായി പുറത്തു വന്നു എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ജഡ്ജ്മെന്റ് എന്നത് പ്രപഞ്ചത്തിന്റെ വിധിയെ പറ്റിയാണ് പറയുന്നത്. ആളുകളുടെ കണ്ണിൽ കെട്ടിയിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീണിട്ടുണ്ട്. ഈ ദുഷ്ട വ്യക്തി ചെയ്ത കള്ളത്തരങ്ങളും ആ ക്രെഡിറ്റുകൾ മുഴുവൻ നിങ്ങളുടെ കഴിവിൻ്റെതായിരുന്നു, നിങ്ങളുടേതായിരുന്നു എന്ന സത്യവും ആളുകൾക്ക് മുന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ. ഇതൊരു പുനർജന്മം പോലെയാണ്. നിങ്ങളുടെ നിരപരാധിത്വം, നിങ്ങളുടെ സത്യം ലോകം തിരിച്ചറിയുന്ന കാർഡാണിത്. ഇതൊരു കർമ്മഫലത്തിന്റെ കാർഡ് കൂടിയാണ്. അവർക്ക് തിരിച്ചടി കൊടുക്കും പ്രപഞ്ചം എന്ന് തന്നെയാണ് ഈ ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത്. ഇനിയും അവരിലേക്ക് കാര്യങ്ങൾ, ശിക്ഷാ നടപടികൾ, അവരുടെ വ്യാജമായ അല്ലെങ്കിൽ നിങ്ങളെ അവർ ഉപദ്രവിച്ച കാര്യങ്ങൾ, അത് ലോകം ഇനിയും അറിയാനിരിക്കുന്നുണ്ട്. 8 ഓഫ് വാൺസ് അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന കാർഡാണ്. സത്യം മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാക്കിയ ആളുകൾ അത് അറിഞ്ഞത് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടായ ഒരു വെളിപ്പെടുത്തലിനെ പറ്റിയാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ്. കാട്ടുതീ പോലെ പടർന്ന വാർത്തകൾ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ 8 ഓഫ് വാൺസ് ഇത്രയും കാലം അവർ, നാട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾ ആരറിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർ ചിന്തിക്കുന്നത് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചതല്ല കാര്യം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്
ഈ വ്യക്തിയാണ് എന്ന തിരിച്ചറിവ് ആ സർക്കിളിലുള്ള ആളുകൾക്കിടയിൽ വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആശയവിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അയാളെ പറ്റി ഗോസിപ്പ് ഉണ്ടായിട്ടുണ്ട്, അയാളെ പറ്റി ഈ കാര്യങ്ങൾ അടക്കം പറച്ചിലുകൾ നടക്കുന്നുണ്ട്, നിങ്ങളെ അവർ ഒതുക്കുകയായിരുന്നു എന്നത് നിങ്ങളല്ല കുഴപ്പമെന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആളുകളുടെ കാഴ്ചപ്പാടിൽ അതിനനുസരിച്ച് മാറ്റവും വന്നിട്ടുണ്ട്. ടു ഓഫ് വാൺസും അതുപോലെ ഫൂൾ കാർഡും അതാണ് സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് കാർഡുകളും ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. ആ സർക്കിളിലുള്ള ആളുകൾ ഇപ്പോൾ ഈ ദുഷ്ട വ്യക്തിയെ വിട്ട് ഒരു പുതിയ കാഴ്ചപ്പാടോടെ നിങ്ങളെ കാണാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ആ വ്യക്തിയുടേത് വെറും പൊള്ളയായ പ്രകടനമായിരുന്നുവെന്നും നുണയായിരുന്നുവെന്നും കപടമായ വ്യാജമായ ആരോപണങ്ങളായിരുന്നുവെന്നും ഒക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥ കഴിവും ദീർഘവീക്ഷണവും നിങ്ങൾക്കായിരുന്നുവെന്നും ആളുകൾ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യമാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ റീഡിങ്ങിലെ ഏറ്റവും മനോഹരമായ കാർഡാണിത്. നിങ്ങളാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് ആയിട്ട് കാണപ്പെടുന്നത്. കഴിവുള്ള, ആകർഷണീയതയുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, സർഗാത്മകതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസമോ കഴിവോ നശിച്ചില്ല. അത് നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും, സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവും, എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും, സ്തംഭനാവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അവർ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട്, കുറച്ച് ആളുകൾ അത് വിശ്വസിച്ചത് കൊണ്ട് താൽക്കാലികമായി നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്ന ഒരു അവസരത്തെ, അതെത്ര വലുതും ആയിക്കോട്ടെ, ആ വലുത് എന്നത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ പോയത്. അത് ഒരിക്കലും അവർക്ക് തടയാൻ പറ്റി, കുറച്ച് നാൾ അവർക്ക് തടയാൻ പറ്റി, എന്നേക്കുമായിട്ട് പറ്റില്ല. കാരണം നിങ്ങളുടെ കഴിവാണ്, ആരുടെയും ഔദാര്യമല്ല ആ സ്ഥാനത്തെ അല്ലെങ്കിൽ ആ നേട്ടത്തെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തത്. അത് തടയാൻ അവർക്ക് പറ്റി താൽക്കാലികമായിട്ട്. പക്ഷെ ഇനിയും 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 ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് മുഴുവനും ആളുകളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് തടഞ്ഞ് നേടിയെടുക്കാൻ പറ്റില്ല. ഒരു അനുഭവം നിങ്ങൾക്ക് വലിയ ജാഗ്രത ഇവിടെ പാഠം നൽകിയിട്ടുണ്ട്. ഇനി എങ്ങനെ നിങ്ങളുടെ നേട്ടങ്ങളെ, സൗഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് യൂണിവേഴ്സ് ഉദ്ദേശിച്ചത്. കാരണം ഒരു അവസരമല്ല, ഒരുപാട് അവസരമാണ് നിങ്ങളുടെ കഴിവ് കാരണം നിങ്ങളിലേക്ക് യൂണിവേഴ്സിന് നൽകാൻ പോകുന്നത് എന്നതാണ്. അപ്പോൾ ആ ദുഷ്ട വ്യക്തി അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ആ സർക്കിളിലുള്ളവർ ഇപ്പോൾ വ്യക്തമായി തിരിച്ചറിയുന്നു. അവർ നിങ്ങളെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണാൻ തുടങ്ങി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ അയാൾ താൽക്കാലികമായിട്ടൊക്കെ വിജയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അയാൾക്ക് തോന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഒതുക്കിയതായിട്ടും തോൽപ്പിച്ചതായിട്ടും ഒക്കെ അയാൾക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ആളുകൾക്ക്, ആ സർക്കിളിലുള്ള ആളുകൾക്കെങ്കിലും തൽക്കാലത്തേക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയും നിങ്ങളുടെ സത്യസന്ധതയും കഴിവും എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യാൻ പോകുന്ന ആളുകളാണ് ഇനി ഈ ജഡ്ജ്മെന്റ് കാർഡ് നൽകുന്ന ഉറപ്പിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് എന്തായാലും തിരിച്ചടി കിട്ടും എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നുണ്ട്. ആ തിരിച്ചടി നിങ്ങളുടെ കൈകൊണ്ടാണോ അല്ലെങ്കിൽ യൂണിവേഴ്സ് നേരിട്ടാണോ നൽകാൻ വേണ്ടി പോകുന്നത്? ടെമ്പറൻസ് കാർഡ്. ഈ ചോദ്യത്തിന് ഇതിലും മനോഹരമായ വേറൊരു ഉത്തരം ലഭിക്കാനില്ല, വേറൊരു കാർഡ് ലഭിക്കാനില്ല. അതായത് ഈ തിരിച്ചടി നിങ്ങളുടെ കൈകൊണ്ടൊന്നും അല്ല, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സ് നേരിട്ടാണ് അവർക്ക് കർമ്മഫലം നൽകാൻ പോകുന്നത്. അത് ഇവിടെ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജഡ്ജ്മെന്റ് കാർഡിലൂടെ. ഇവിടെ അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സ് ഒരു ബാലൻസ് കൊണ്ടുവരും. പ്രകൃതിയാണ് ചെയ്യാൻ പോകുന്നത്. പ്രപഞ്ചത്തിന്റെ നീതിയെയും അതുപോലെ തുല്യതയെയും കാണിക്കുന്ന ഒരു മേജർ ആർക്കാന കാർഡാണിത്, ടെമ്പറൻസ്. ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കൃത്യമായ ഇടപെടലിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആര് കണ്ടില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അതിനുവേണ്ടി അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുക പോലും ചെയ്യണ്ട. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട. നഷ്ടപ്പെട്ടതിനെ പറ്റിയും ഓർത്ത് സങ്കടപ്പെടേണ്ട. എല്ലാം കാലം എല്ലാത്തിനും മറുപടി നൽകും. എല്ലാത്തിനും നല്ലത് ചെയ്ത ആളുകൾക്ക് ഒരുപാട് വലിയ റിവാർഡ്സ് തന്നെ യൂണിവേഴ്സ് നൽകും. മോശമായിട്ട് ആരെന്ത് പ്രവർത്തിച്ചോ അതിനിരട്ടിയായ കർമ്മം അവരിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് വിടാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരികെ തരും. ഒപ്പം ആ വ്യക്തി ചെയ്ത തെറ്റുകൾക്ക് കൃത്യമായ അളവിൽ പെർഫെക്റ്റ് ബാലൻസിൽ അവർക്ക് തിരിച്ചടി നൽകും എന്ന ശക്തമായ ഉറപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത്.
നിങ്ങൾ എന്തായാലും ആ വ്യക്തിയോട് പകരം വീട്ടാനോ പ്രതികാരം ചെയ്യാനോ ഒന്നിനും പോകേണ്ട ഒരു കാര്യവും വരില്ല. കാരണം നിങ്ങൾ അതിനായി ശ്രമിച്ചാൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടും. അതാണ് കാരണം. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു ഗ്രാവിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട്, അത് ഹൈ ഫ്രീക്വൻസിയിൽ, ഹൈ വൈബ്രേഷനിൽ പോസിറ്റിവിറ്റി നമ്മൾ നിലനിർത്തുക. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അവരുടെ കർമ്മഫലം പ്രപഞ്ചം അവർക്ക് കൃത്യസമയത്ത് കൊടുത്തിരിക്കും എന്നതാണ് പറയുന്നത്. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തി അവരുടെ കർമ്മഫലം അനുഭവിച്ച് നശിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല യൂണിവേഴ്സ് ഇത് ചെയ്യുന്നത്. നിങ്ങളെ മാനസികമായി സുഖപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ ദ്രോഹിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കുണ്ടായ എല്ലാ മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ടും ഇവർ ഇനി ഇത്തരം പ്രവൃത്തികളുമായിട്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ എന്നല്ല ഒരാളുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലാൻ പാടില്ല എന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ ഉന്മൂലനാശനം ചെയ്യണം എന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് അവർ നേരിടാൻ പോകുന്നത്, അവർക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്ന ആ അനുഭവം അല്ലെങ്കിൽ പാഠം എന്തായിരിക്കും? ഈ 3 കാർഡുകൾ ഈ അധികം എടുക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് കാർഡുകൾ വരികയാണ്. ഓക്കെ, 5 കാർഡ് എടുത്തിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ്, ലവേഴ്സ്, സ്ട്രെങ്ത്, 3 ഓഫ് വാൻഡ്സ്, 3 ഓഫ് സോർഡ്സ്. ഈ കാർഡുകൾ നമുക്ക് നൽകുന്ന മറുപടി യൂണിവേഴ്സ് അവർക്ക് കൊടുക്കാൻ പോകുന്ന കർമ്മഫലം, അതായത് തിരിച്ചടി, വളരെ ശക്തവും അവരുടെ ജീവിതത്തിന്റെ അടിത്തറ ഇളക്കുന്നതുമായിരിക്കും എന്നാണ്. അവർ ചെയ്ത അതേ നാണയത്തിൽ തന്നെ പ്രപഞ്ചം അവർക്ക് തിരിച്ചടി നൽകാൻ പോകുന്നു എന്നാണ് ഈ കാർഡുകൾ നൽകുന്ന സൂചന. ഇവിടെ ലവേഴ്സ് കാർഡും 3 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ടല്ലോ. ഇത് പറയുന്നത് അവരുടെ ബന്ധങ്ങളിലെ തകർച്ചയും ഹൃദയവേദനയുമാണ്. നിങ്ങളോട് അങ്ങനെ ചെയ്തല്ലോ, നിങ്ങൾക്ക് ഏറ്റവും വലിയ വഞ്ചനയും ഹൃദയവേദനയുമാണ് അവർ സമ്മാനിച്ചത്. യൂണിവേഴ്സ് അവർക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും ഇത് തന്നെയാണ്. അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബന്ധത്തിൽ, അത് പ്രണയമാകാം, പങ്കാളിത്തമാകാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് ബന്ധമാകാം, കുടുംബ ബന്ധമാകാം, അവർക്ക് കടുത്ത വഞ്ചന നേരിടേണ്ടി വരുമെന്നാണ്. അവർ ആരെയാണോ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അവർ തന്നെ ഇവരെ പിന്നിൽ നിന്ന് കുത്തുന്ന അവസ്ഥയുണ്ടാവും. നിങ്ങൾ അനുഭവിച്ച അതേ മാനസിക വേദനയിലൂടെ അവർക്കും കടന്നു പോകേണ്ടി വരുമെന്നതിൽ ഒരു തർക്കവുമില്ല. അതുപോലെ ക്യൂൻ ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളും ഒറ്റപ്പെടലും അവരുടെ ജീവിതത്തിൽ വരും. ഇത്രയും കാലം ആളുകളെ സ്വാധീനിച്ചും നുണകൾ പറഞ്ഞും ജീവിച്ച ആ വ്യക്തിക്ക് മുന്നിൽ ഇനി കാര്യങ്ങൾ എളുപ്പമാവില്ല. ഒരു ക്യൂൻ ഓഫ് സോർഡ്സ് പോലെ വളരെ കർക്കശക്കാരായ, സത്യം മാത്രം നോക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ അവരുടെ മേലധികാരികൾ ആയിട്ടുള്ള ആളുകൾ അവർക്കെതിരെ തിരിയുകയോ ചെയ്യും. അവരുടെ കള്ളത്തരങ്ങൾ ഇനി ഒരിടത്തും ചെലവാവില്ല. അവർ പൂർണ്ണമായും ഒറ്റപ്പെടുകയും എല്ലാവരും അവരെ സംശയത്തോടെയും അതുപോലെ മാറ്റി നിർത്തുകയും ദൂരത്ത് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് ആത്മവിശ്വാസവും കരുത്തുമാണ്. എന്നാൽ ഇവിടെ ഇത് സാധാരണ പോസിറ്റീവായിട്ട് വരുന്ന ഈ കാർഡ് ഇവിടെ വരുന്നത് തിരിച്ചടിയുടെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ ആത്മവിശ്വാസവും കരുത്തും ചോർന്നു പോകുമെന്നാണ്. അവർ ഇത്രയും കാലം കാണിച്ച അഹങ്കാരം, തനിക്കാണില്ല അധികാരവും എന്ന ഭാവം, ഏത് സിംഹത്തെയും വരുതിയിൽ വരുത്താൻ അവർക്ക് അനായാസം സാധിക്കുമെന്ന പോലെയുള്ള ഒരു രീതി അവർ ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചുവെങ്കിൽ അത് ഇനി നടക്കില്ല. അവരുടെ ആ മാനസികവും ശാരീരികവുമായ കരുത്ത് ചോർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏത് പ്രതിസന്ധിക്ക് മുന്നിലും ഒരു കുലുക്കവുമില്ലാതെ നിൽക്കാൻ പറ്റും, എല്ലാത്തിനെയും ചേർക്കാൻ പറ്റും, തോൽപ്പിക്കാൻ പറ്റും, എന്നെ ഒന്നിനും തൊടാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് അവർ ഇതുവരെ നിന്നതെങ്കിൽ അവർ ഭയക്കാൻ പോകുന്ന സാഹചര്യം ഉടനെ വരുമെന്നാണ് പറയുന്നത്. അവർ ഒന്നുമല്ലെന്ന തിരിച്ചറിവ് യൂണിവേഴ്സ് അവർക്ക് നൽകും. പിന്നെ അവരുടെ പദ്ധതികളുടെ പരാജയവും കാത്തിരിപ്പും ഒക്കെ ആണ് ഈ 3 ഓഫ് വാൻഡ്സ് കാണിക്കുന്നത്. അതായത് ഭാവിയിലേക്ക് വലിയ പദ്ധതികൾ ഇട്ട് നിങ്ങളുടെ ഭാഗ്യവും കവർന്ന് വലിയ ഉയരങ്ങൾ സ്വപ്നം കണ്ടവരാണ് അവർ. എന്നാൽ അവരുടെ എല്ലാ കണക്കുകൂട്ടലും, അതായത് വിദേശ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ, അവർക്ക് വലിയ വലിയ ഭാവി പ്രൊജക്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചിലപ്പോൾ ആരംഭിക്കാൻ പറ്റാതെ പോവുകയോ അല്ലെങ്കിൽ പാതി വഴിയിൽ തടസ്സപ്പെടുകയോ ഒക്കെ ചെയ്യും. എത്രയൊക്കെ അധ്വാനിച്ചാലും ഒരു ഫലവും കിട്ടാതെ അവസരങ്ങൾക്ക് വേണ്ടി അവർ നിസ്സഹായരായി കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അവർക്ക് വരാൻ വേണ്ടി പോകുന്നത്. അവർ ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്ന് അവർക്ക് കടുത്ത വഞ്ചനയും ഹൃദയവേദനയും ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവരുടെ അധികാരവും സ്വാധീനവും നഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ട് അവർ മാനസികമായി അങ്ങേയറ്റം തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് യൂണിവേഴ്സ് അവർക്കായി ഒരുക്കുന്നത്.
ഇതെന്നാണ് സംഭവിക്കുക? വളരെ പെട്ടെന്ന് സംഭവിക്കുമോ? എത്ര നാൾക്കുള്ളിലായിരിക്കും? അതായത് യൂണിവേഴ്സിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ചോദിക്കാമല്ലോ, എത്ര നാൾക്കുള്ളിൽ പ്രപഞ്ചത്തിന്റെ ഈ നീതി നടപ്പാകും? അവർക്ക് ഈ തിരിച്ചടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുക എന്നുകൂടി നമുക്കറിയണം. അതുകൂടി ചോദിക്കാം. അതായത് അവർ നിങ്ങളെ തകർത്തല്ലോ, അവർക്ക് ഒരുപാട് തകർക്കാൻ പറ്റി, തോറ്റൊന്നും പോയില്ലെങ്കിലും ഒരുപാട് വിഷമിപ്പിക്കാൻ പറ്റിയല്ലോ. അവർക്ക് ആ തിരിച്ചടി വരുമ്പോൾ നിങ്ങളിലേക്ക് അർഹമായത് നിങ്ങൾക്ക് ലഭിക്കുമോ? ഇതൊക്കെ എന്ന് നടക്കും എന്ന് ഒന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം. യൂണിവേഴ്സ് സമ്മതിക്കുമെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റും. ഈ കാർഡുകളിലേക്ക് നോക്കുമ്പോൾ ഇത് വളരെ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ അവസാനത്തെ ചോദ്യത്തിന് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ യുഗത്തിന്റെ മാറ്റത്തെയും അതുപോലെ നിങ്ങളെ തകർക്കാൻ നോക്കിയ ആ വ്യക്തിക്ക് വരാൻ പോകുന്ന തിരിച്ചടിയുടെ കൃത്യമായ സമയത്തെയും ഇത് കാണിക്കുന്നുണ്ട്. എത്ര നാൾക്കുള്ളിൽ ഇത് സംഭവിക്കുമെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഹൈ പ്രീസ്റ്റസ് ആണ് അതിന് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ രഹസ്യങ്ങളുടെയും ഡിവൈൻ ടൈമിങ്ങിന്റെയും കാർഡാണ്. പ്രപഞ്ചം ഇതിനായുള്ള നീക്കങ്ങൾ രഹസ്യമായി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് മുന്നോട്ട് നീക്കുന്നത്. ഇപ്പോൾ എല്ലാം പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇത് നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ആ എനർജിയോടൊപ്പം അതിനെ ചേർത്ത് വായിച്ചാൽ, അതായത് ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണത്. കാര്യങ്ങൾ പെട്ടെന്ന് മാറിമറിയും എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് തിരിച്ചടിക്കാൻ നിൽക്കുന്ന ഒരു സമയം, കൃത്യമായ ഒരു സമയം പൊതുവെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു രഹസ്യ സ്വഭാവം ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് യൂണിവേഴ്സ് അത് കൃത്യമായിട്ട് വിട്ടു പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും ബാക്കിയുള്ള ഒരു എനർജിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ഒരു 3 മുതൽ 5 ആഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ പരമാവധി 5 മാസങ്ങൾക്കുള്ളിലോ, ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2026 അതിന്റെ 2ാം പകുതി അവർക്കുള്ള കർമ്മഫലത്തിൻ്റെതാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആകാം ഇത് യൂണിവേഴ്സ് നിശ്ചയിക്കുന്നത് പ്രകാരം നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത്. ഏത് വർഷവും ആയിക്കോട്ടെ, ഏത് സമയമായിക്കോട്ടെ നിങ്ങളിത് കേൾക്കുന്നത്, അത് മുതൽ 5 മാസം എന്ന കണക്ക് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് അത് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്ന ആളുകളോടാണ് ഈ ഇയറിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ അതാണ് ടൈമിങ്ങിനെ പറ്റി പറയുന്നത്. ഈ മാറ്റങ്ങൾ പരസ്പരം, അതായത് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റവും അവർക്ക് സംഭവിക്കാൻ പോകുന്ന കർമ്മഫലവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് ഈ കാർഡുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവിന്, ആ വ്യക്തിക്ക് വരാൻ പോകുന്ന തകർച്ച എന്ന് പറയുന്നത് നിങ്ങൾ സാമ്പത്തികമായും മാനസികമായും തകർക്കപ്പെട്ടത് ആ വ്യക്തിയുടെ ഗൂഢതന്ത്രം കൊണ്ടാണ്. ആ വ്യക്തിക്ക്, നിങ്ങൾ എങ്ങനെ തളർത്തിയ ആ വ്യക്തിക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്ന വലിയ പാഠം എന്ന് പറയുന്നത് 5 ഓഫ് പെന്റക്കിൾസിലൂടെ ആയിരിക്കും നടപ്പാക്കപ്പെടുക. അതായത് അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയോ ജോലി നഷ്ടപ്പെടലോ അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാതെ തെരുവിൽ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ, സഹായമൊക്കെ ഉണ്ട്, എല്ലാവരും വാതിലടച്ച് കളഞ്ഞിരിക്കുകയാണ്, അവരെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതെല്ലാം അവർ ചെയ്തതാണല്ലോ നിങ്ങളോട്. ആ അവസ്ഥ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അത് ഇത് അനിവാര്യമായ ഒരു ഘട്ടമാണെന്നാണ് കാണിക്കുന്നത്. എന്തായാലും സംഭവിക്കും, ആർക്കും തടുക്കാൻ സാധിക്കാത്തൊരു എനർജിയാണത്. അവരുടെ അഹങ്കാരത്തിന്റെ കാലഘട്ടം, അഹങ്കാരത്തിന്റെ മരണം അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പൂർണ്ണമായിട്ടും അത് അവസാനിക്കാൻ വേണ്ടി പോകുന്നു. എൻഡ് ഓഫ് എ സൈക്കിൾ ആണ് പറയുന്നത്. ഇത് എന്തായാലും സംഭവിക്കുമെന്നുള്ളതാണ്. ഇതേ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പായിട്ട് വരുന്നുണ്ട്, 6 ഓഫ് സോർട്സ്. അതായത് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും കണ്ണീരിന്റെയും അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പുതിയൊരു തീരത്തേക്ക് പ്രപഞ്ചം നിങ്ങളെ തുഴഞ്ഞു മാറ്റുകയാണ് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്ന് ശാന്തിയുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് മിക്കവാറും നിങ്ങൾ കുടുംബത്തോടുകൂടി
അച്ഛനും അമ്മയും കുട്ടിയുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധിക്കുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ കുട്ടിയെ ഭദ്രമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ചിലപ്പോൾ കുടുംബവും കുട്ടികളെ ഒന്നും നോക്കാൻ പറ്റാത്ത തരത്തിൽ വിഷമിച്ച് വല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളിപ്പോ. ഒറ്റപ്പെടലും പല വിഷമങ്ങളാണല്ലോ ഇവര് അനുഭവിപ്പിക്കുന്നത്. കുടുംബത്തെ ബാധിച്ചിരുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ മാറി നിങ്ങൾ ഒരു നല്ലൊരു തീരത്തേക്ക്, നല്ലൊരു സമാധാനമുള്ള സാഹചര്യത്തിലേക്ക്, മാനസിക അസ്വസ്ഥതകളെല്ലാം മാറി സമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, ഇവർക്ക് 5 ഓഫ് പെന്റക്കിൾസ് വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസും പേജ് ഓഫ് പെന്റക്കിൾസും ആണ്. പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സാമ്പത്തികമാണ്. അതിന്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ തേടി വലിയ സാമ്പത്തിക ഭാഗ്യങ്ങളും പുതിയ കരിയർ അവസരങ്ങളും വരുന്നുണ്ട്, നിങ്ങളിലേക്ക് വരികയാണ്. അതാണ് യൂണിവേഴ്സിറ്റി ഉറപ്പായിട്ടും പറയുന്നത്. അവർ തട്ടിയെടുത്ത സൗഭാഗ്യങ്ങളുടെ ഇരട്ടിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പുതിയ തുടക്കം തരുന്നത്. നിങ്ങൾക്ക് അന്ന് എന്താണോ നഷ്ടപ്പെട്ടത്, അന്ന് എന്താണോ നിങ്ങൾക്ക് കിട്ടുമായിരുന്നത്, അതിനേക്കാളും എത്രയോ 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 വലുത്, വലിയ കാര്യം, വലിയ സൗഭാഗ്യം, വലിയ സാമ്പത്തിക അവസരം, വലിയ അംഗീകാരം, അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. പുതിയ ഫിനാൻഷ്യലും കരിയർ ബിഗിനിങ്ങും ഒക്കെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സമ്മാനിക്കാൻ വേണ്ടി പോവുകയാണ്. പണവും പ്രശസ്തിയും നിങ്ങളെ തേടി വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കായി പ്രപഞ്ചം നീതി നടപ്പിലാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവർ അവരുടെ കർമ്മഫലം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും സമാധാനവും വരാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയോടുള്ള ദേഷ്യവും പകയും അല്ലെങ്കിൽ അവർ കാരണം നിങ്ങളിലേക്ക് വന്ന നിരാശയും അങ്ങനെയുള്ള അശാന്തിയുടെ എനർജിയും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ്, വിഷമവും സങ്കടവും അങ്ങനെ ഒരുപാട് കാര്യമുണ്ടല്ലോ, അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ് പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുക. ഇനി അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിലും ചിലപ്പോൾ മറക്കാൻ പറ്റില്ല. അത് ഓർമ്മ വന്നാലും നിങ്ങൾ യൂണിവേഴ്സിനെ മനസ്സിൽ വിശ്വസിക്കുക. യൂണിവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. ആരോടും പകരം ചോദിക്കാൻ നിങ്ങൾ ഒന്നും അതിനുവേണ്ടി പോകേണ്ടതില്ല. നിങ്ങളുടെ എനർജി എന്നും പോസിറ്റീവായിട്ട് മാത്രം വയ്ക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ ഒക്കെ എത്തും. അങ്ങനെയും മെമ്പർഷിപ്പ് എടുത്തൊക്കെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, ഇഷ്ടമായെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ പേഴ്സണൽ റീഡിങ് തൽക്കാലം ചെയ്യുന്നില്ല, ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ട്. വ്യക്തിപരമായ ചില തിരക്കുകൾ കാരണം അതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് ചെയ്യും അടുത്ത് തന്നെ. ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. തൽക്കാലം നിങ്ങൾക്ക് പൊതുവിൽ എല്ലാവർക്കും ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ചില ആളുകൾ പറയുമ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.